സന്തോഷ വാർത്ത ആദ്യം തന്നെ പങ്കുവയ്ക്കാം. ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും കൂടെ പൊങ്കാല ഇട്ടതിന് ഗുണമുണ്ടായിട്ടുണ്ട്. തേക്കപ്പെട്ടത് എന്നത് ഡബ് ചെയ്ത് തെക്കേപ്പാട്ട് എന്നാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഈ സിനിമയിൽ ബാക്കിയുള്ളത് മലയാള ഭാഷയെ കൊന്നു കൊലവിളിക്കുന്ന ഒരു പ്രളയമാണ്. കേരളത്തെക്കുറിച്ചുള്ള മോശം റിസർച്ചിനെക്കുറിച്ച് ട്രോളുകൾ വന്നപ്പോൾ തൻ്റെ കഥാപാത്രം തമിഴ് വേരുകളുള്ള ഒരു കഥാപാത്രമായതുകൊണ്ടാണ് മലയാളം അങ്ങനെയൊക്കെ എന്ന് ജാൻവി ന്യായീകരിച്ചിരുന്നു. എന്നാൽ അങ്ങനെ പറയുന്ന ഭാഗമൊക്കെ എഡിറ്റർ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് കാണാൻ കിട്ടുന്നത് 136 മിനിറ്റ് ദൈർഘ്യമുള്ള കേരള ടൂറിസത്തിൻ്റെ ആഡാണ്. പടത്തിൻ്റെ മൊത്തത്തിലുള്ള എഴുത്തിൻ്റെ നിലവാരം ശരാശരിയിലും വളരെ താഴെയാണ്. അതിൻ്റെ കൂടെ പുട്ടിന് വീര പോലെ പുറ്റും കടലയും ലാലേറ്റൻ കറ്റൻ എന്നൊക്കെ പറഞ്ഞ് കാണുന്നവന് തലപ്രാന്ത് കൊടുക്കുന്നുണ്ട്. ഡൽഹിയിലെ പണച്ചാക്കായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ മകനാണ് നമ്മുടെ നായകനായിട്ടുള്ള പരം. പ്രോട്ടീൻ ഷേക്ക് കുടിക്കുക അല്ലാതെ സ്വന്തമായിട്ട് ഇതുവരെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം മൂത്ത് ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സൈക്കോളജിസ്റ്റുകളുടെയും ന്യൂറോ സയൻറ്റിസ്റ്റുകളുടെയും ഒക്കെ എക്സ്പെർട്ടീസ് ഉപയോഗിച്ചിട്ട് ആളുകളുടെ സോൾമേറ്റിനെ ഡാറ്റാബേസിൽ നിന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഡേറ്റിംഗ് ആപ്പാണത്. ഫണ്ടിങ് വേണമെങ്കിൽ ആ ആപ്പ് ഉപയോഗിച്ചിട്ട് ആദ്യം സ്വന്തമായിട്ടൊന്ന് പെണ്ണ് കെട്ട് എന്ന് അച്ഛൻ പറയുമ്പോൾ അതും കേട്ട് പരമൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അതിൽ കേരളത്തിനെ കാണിച്ചിട്ടുള്ള രീതിയെ വിമർശിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പടം ഒന്ന് ഇറങ്ങട്ടെ എന്നിട്ട് വിമർശിക്കാമെന്ന് പലരും പറഞ്ഞിരുന്നു. ട്രെയിലറിൽ കണ്ടിട്ടുള്ള സാധനങ്ങളെ ന്യായീകരിക്കാൻ പാകത്തിനുള്ള ഒരു സംഭവവും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സിനിമയിലില്ല. സുന്ദരി എന്ന പേരും മുല്ലപ്പൂവും കഥകളിയും കളരിയും ഒക്കെ ആവശ്യത്തിന് ട്രോൾ കിട്ടിയിട്ടുള്ളതായതുകൊണ്ട് ഞാനത് ആവർത്തിച്ച് പറഞ്ഞു മടുപ്പിക്കുന്നില്ല. പടത്തിൻ്റെ ഇൻ്റർവൽ ബ്ലോക്ക് വരുന്നത് നായകനും നായികയും 10-15 കഥകളിക്കാരുടെ നടുവിൽ പെട്ടുപോകുന്ന പോലെയാണ്. ഡ്രീം സീക്വൻസ് ഒന്നുമല്ല, റിയലാണ്. പുതിയ കാലത്തെ മലയാളി പെൺകുട്ടിയെ അവതരിപ്പിച്ചിട്ടുള്ളത് അതിലും കോമഡിയാണ്. മലയാളിയായ ഒരു പെൺകുട്ടി മോഹിനിയാട്ടം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ഈ പടം എഴുതിയവർക്ക് കിട്ടിയിട്ടുള്ള ഹാൻഡ് ബുക്ക് 90കളിലോ അതിൻ്റെ മുന്നെയോ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ദേഷ്യം വന്നാൽ നമ്മുടെ നായിക തെങ്ങിൻ്റെ മുകളിൽ കയറി 2 കരിക്ക് വെട്ടി താഴെ ഇടും. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ കോമൺ ആണല്ലോ. പിന്നെ ഉറുമി കണ്ടപ്പോൾ ചീള് കേസ് എന്ന് വിചാരിച്ച് ചുഴറ്റിയിട്ട് പരിക്ക് പറ്റിയ നായകനെ നായിക കാട്ടിൽ പോയി പച്ചമരുന്ന് പറിച്ച് ചതച്ചരച്ച് മുറിവിൽ വെച്ചിട്ടാണ് ശുശ്രൂഷിക്കുന്നത്. ആയുർവേദത്തിൻ്റെ നാടാണല്ലോ നമ്മുടേത്. പിന്നെ നായികയ്ക്ക് പെറ്റായിട്ട് ഒരു ആനക്കുട്ടിയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വിവരവും വിദ്യാഭ്യാസവുമുള്ള പെൺകുട്ടികൾ ഒരക്ഷരം പോലും മറുത്ത് പറയാതെ അമ്മാവൻ്റെ മകനെ കല്യാണം കഴിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അമ്മാവൻ്റെ മകൻ വേണുവാണ് ശരിയായ താരം. ഞാൻ ഈ സിനിമ കണ്ടത് സാമാന്യ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ നിന്നാണ്. വേണു മലയാളം പറയാൻ തുടങ്ങിയപ്പോൾ അവരടക്കം ചിരിച്ചുപോയി. ഹൃദയസ്പർശിയായ സംസ്കാരവും ഭൂമിശാസ്ത്രവും എല്ലാം കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു ലവ് സ്റ്റോറി കാണിക്കുക എന്നതൊന്നും ഇവരുടെ ഉദ്ദേശമേ അല്ല. കണ്ടു പഴകി തേഞ്ഞ ഒരു കഥ കയ്യിലുണ്ട്. അതൊന്ന് അവതരിപ്പിക്കാൻ നാട്ടുകാരധികം കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം കാണിക്കണം. അതിന് അവർ ആലപ്പുഴ തിരഞ്ഞെടുത്തു. ആലപ്പുഴയിലെ നായിക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നായകന് വേണ്ടി പച്ചമരുന്ന് പറിച്ചു കൊണ്ടുവരാൻ 10 മിനിറ്റ് അപ്പുറത്തെ പറമ്പിലേക്ക് പോയി എന്ന്, അത് ആതിരപ്പള്ളിയാണ്. പിന്നെ ഒന്ന് കറങ്ങാൻ പോകാനെന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് പോകുന്നത് മൂന്നാറിലേക്കാണ്. കേരളത്തിൻ്റെ മാപ്പ് എടുത്ത് ചുരുട്ടിപ്പിടിച്ച് പുതിയ ജോഗ്രഫി ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫിക്ഷണൽ കേരളത്തിലാണെന്ന് തോന്നുന്നു ഈ കഥ നടക്കുന്നത്. തമാശയ്ക്ക് വേണ്ടി സ്റ്റീരിയോ ടൈപ്പുകളെ ആഘോഷിക്കുന്നത് പല സ്ഥലത്തും അസഹനീയമാണ്. സിദ്ധാർത്ഥ് മൽഹോത്ര ടൈറ്റ് ഡ്രസ് ഇട്ട് വരുമ്പോഴേക്കും കേരളത്തിലെ സ്ത്രീകളുടെ കൺട്രോൾ പോകുന്നുണ്ട്. അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷേ അവന്മാരുദ്ദേശിക്കുന്നത് പണ്ട് കരൺ ജോഹറൊക്കെ അങ്ങേരുടെ സിനിമകളിൽ കോമഡിക്ക് വേണ്ടി മിസ് ബ്രിഗാൻസ ടൈപ്പ് കുറേ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യക്കാർക്ക് രസിക്കാൻ വേണ്ടി മലയാളിയായിട്ടുള്ള ഒരു മിസ് ബ്രിഗാൻസയെ ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. മലയാളികൾ കുറച്ചധികം മദ്യപിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി നായകൻ ലാൻഡ് ചെയ്യുമ്പോൾ തൊട്ട് പല സ്ഥലത്തും അങ്ങനത്തെ റെഫറൻസ് ഉണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് തയ്യാറെടുക്കുന്നവർ ആരും ദയവ് ചെയ്ത് ഈ സിനിമ ഇപ്പോൾ കാണാൻ നിൽക്കരുത്. ലേശം ബൈസപ്സ് ഉള്ള ആർക്കും എളുപ്പത്തിൽ ജയിക്കാവുന്ന പരിപാടിയാണ് എന്ന മട്ടിലാണ് അതൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. മീനാക്ഷി സുന്ദരേശ്വർ എന്ന സിനിമയിൽ ലുങ്കിയും വേഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം അറിയാഞ്ഞ ഇതിൻ്റെ രചയിതാവായിട്ടുള്ള ആർഷ് വോറ ഇതിൽ മലയാളത്തെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന തൻ്റെ നായികയ്ക്ക് നിങ്ങൾക്ക് ധോത്തിയും മുണ്ടും തമ്മിലുള്ള വ്യത്യാസമൊന്നും അറിയില്ല അല്ലേ എന്ന ടൈപ്പ് ഡയലോഗൊക്കെ കൊടുത്തിട്ടുണ്ട്. ലാൽ കളർ കി സാരി എന്ന പാട്ടൊക്കെ സംഭവിക്കുന്നത് കേരളത്തിലാണെന്നാണ് വെപ്പ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വരികളും 1-2 മുഖങ്ങളും അല്ലാതെ കേരളീയമായിട്ട് അതിനകത്ത് ഒരു തേങ്ങയുമില്ല. സോനു നിഗം ആലപിച്ച പർദേശിയ എന്ന പാട്ട് ഗംഭീരമാണ്. പടത്തിൽ ആകപ്പാടെ ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ പാട്ട് മാത്രമാണ്. യൂട്യൂബിൽ ആ പാട്ട് കിട്ടാനുണ്ട്. മൊത്തം പടത്തിൽ സിദ്ധാർത്ഥ് മൽഹോത്രയ്ക്ക് ഒരേ ഒരു പണി, ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ക്യാമറയ്ക്ക് പരമാവധി ബ്യൂട്ടി ഷോട്ടുകൾക്കുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ്. അത് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കൊടുത്തിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും വൃത്തിക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഈ സാംസ്കാരിക സർക്കസിലെ പ്രധാന അട്രാക്ഷൻ സുന്ദരിയെ അവതരിപ്പിച്ച ജാൻവി കപൂർ തന്നെയാണ്. BA പഠിക്കാൻ 3 കൊല്ലം ബോംബെയിൽ പോയ ഒരു പ്രത്യേക മലയാളി പെൺകുട്ടിയാണിത്. 3 കൊല്ലം ബോംബെയിലായതുകൊണ്ട് ഹിന്ദിയും സ്വല്പം മറാഠിയും പഠിച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കാം. പെരുമ്പാവൂരിലുള്ള അതിഥി തൊഴിലാളിയേക്കാൾ വികലമായ മലയാളം കേരളത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിക്ക് എങ്ങനെ വന്നു എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പടത്തിൽ സാരിയും മറ്റ് ട്രഡീഷണൽ ഡ്രസ്സുകളും ജാൻവി ധരിച്ചിട്ടുള്ള രീതി കണ്ടാൽ മലയാളിയാണെന്ന് ഒരു മലയാളിയും പറയില്ല. ഇനായത്ത് വേമയാണ് സുന്ദരിയുടെ അനിയത്തിയുടെ കഥാപാത്രം ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ കഥാപാത്രമെങ്കിലും ഒരു പ്രോപ്പർ മലയാളി പെൺകുട്ടിക്ക് കൊടുക്കാമായിരുന്നു. ശരിയായ സർപ്രൈസ് പാക്കേജ് വന്നത് സിദ്ധാർത്ഥ ശങ്കർ അവതരിപ്പിച്ച വേണു എന്ന ക്യാരക്ടറിലൂടെയാണ്.
നമ്മളെല്ലാവരും സുന്ദരിയെ നേരിടാൻ തയ്യാറായി നിന്നപ്പോൾ ഇതിന്റെ മേക്കേഴ്സ് വജ്രായുധമായ വേണുവിനെ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. തമിഴ് ഒറിജിനുള്ള സിദ്ധാർത്ഥ് ശങ്കറിനെ മലയാളിയായ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നോർത്ത് ഇന്ത്യക്കാരെ അടക്കം ചിരിപ്പിച്ചതിന് ശേഷം നായികയെ കൊണ്ട് നോർത്ത് ഇന്ത്യക്കാർക്ക് സൗത്ത് ഇന്ത്യക്കാരനെ കുറിച്ച് ഒന്നും അറിയില്ല, വ്യത്യാസം അറിയില്ല എന്ന മാസ് ഡയലോഗൊക്കെ എഴുതി കൊടുക്കാനുള്ള ഇവന്മാരുടെ ധൈര്യം അപാരമാണ്. ഈ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ പൊതുവേ രഞ്ജി പണിക്കർക്ക് തലേദിവസം പൊറോട്ട കഴിച്ച പോലത്തെ ഒരു ഡയലോഗ് ഡെലിവറി ഉള്ളതാണ്. ആ പാവം മനുഷ്യന് അതിൻ്റെ ഇടയിൽ ഹിന്ദിയും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സഞ്ജയ് കപൂറും മഞ്ജോത് സിംഗുമാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആകപ്പാടെ 3 സീനിലേ വന്നു പോകുന്നുള്ളൂ എങ്കിലും ആനന്ദ് മന്മഥൻ മാത്രമാണ് വൃത്തിക്ക് ഈ സിനിമയിൽ മലയാളം പറയുന്നത്. തൻ്റെ മരിച്ചുപോയ അച്ഛനെക്കുറിച്ച് സുന്ദരി സംസാരിക്കുന്ന ഒരു സീനുണ്ട്. മലയാളിക്ക് വിഷമം മാറാൻ ലാലേട്ടൻ്റെ സിനിമയും കട്ടൻ ചായയും മതി എന്നായിരുന്നു അച്ഛൻ പറയാറുള്ളത് അത്ര. 2-2.25 മണിക്കൂർ ഒരു ജനതയുടെ ഭാഷയെയും സംസ്കാരത്തെയും നിർത്തി അങ്ങ് അപമാനിച്ചതിന് ശേഷം ചന്ദ്രിക സോപ്പിട്ട് പതപ്പിക്കാനുള്ള ഇവന്മാരുടെ ധൈര്യത്തിന് ഒരു പ്രത്യേക പരാമർശം എന്തായാലും നാഷണൽ അവാർഡിൽ കൊടുക്കേണ്ടതാണ്. ഇഗ്നറന്റ്, ഇല്ലിറ്ററേറ്റ്, ആരഗന്റ് ആൻഡ് എൻടൈറ്റിൽഡ്, ഇങ്ങനെയാണ് നോർത്ത് ഇന്ത്യക്കാരെ സുന്ദരി ഈ സിനിമയിൽ വിളിക്കുന്നത്. പടം കഴിഞ്ഞ് ക്രെഡിറ്റ്സ് ഇങ്ങനെ റോൾ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലും ആ വാക്കുകളാണ് ഉണ്ടായിരുന്നത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്